വലിയ നിലയിലേക്ക് കോഴിക്കോട് നഗരത്തിൻ്റെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്ന റോഡാണ്. ആർക്കും തർക്കമില്ല. കേരളത്തിൽ പുതിയ റോഡുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ റോഡുകൾ, പുതിയ കേരളം, നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 34,000 കോടിയിലധികം രൂപ റോഡ് നവീകരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇതുവരെ 8,200 കിലോമീറ്റർ അതിലധികം റോഡുകൾ നവീകരിച്ചു. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ 9-9.25 വർഷം എടുത്ത് പരിശോധിച്ചാൽ പശ്ചാത്തല വികസന മേഖലയിൽ ഒരു LDF മാജിക്കാണ് നടന്നിട്ടുള്ളത്. പുതിയ റോഡുകൾ, പാലങ്ങൾ വലിയ നിലയിലേക്ക് നമ്മുടെ നാട്ടിൽ വന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള കണക്കാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ഒരു റെക്കോർഡ് കണക്കാണ്. അപ്പോൾ വലിയ മാറ്റമാണുള്ളത്. അതിൻ്റെ ഭാഗം തന്നെയാണ് കോഴിക്കോട്ടെ ഈ പദ്ധതി. ഇപ്പോൾ കോഴിക്കോട് നഗര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ കോഴിക്കോട് നഗരപാത വികസന പദ്ധതിയിൽ ഉൾപ്പെട്ട മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിന് മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ദേശീയപാതയുടെ ഭാഗമായിരുന്നു. അപ്പോൾ NOC കിട്ടേണ്ട ഒരു പ്രശ്നം വന്നു. ഞങ്ങൾ സംസാരിച്ചു. കാരണം അത് ദേശീയപാത മലാപ്പറമ്പ് ടു മുത്തങ്ങ റോഡ് പദ്ധതിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം പിടിക്കും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരണമെന്ന് അഭ്യർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായി NOC തന്നു. ഇനി അതെന്ത് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ കലക്ടറേറ്റിൽ ഒരു യോഗമുണ്ട്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ. ആ യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളും. വേഗത്തിൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ എന്ത് ചെയ്യാനാവും എന്നുള്ളത് പരിശോധിക്കും. ഇവിടെ മലാപ്പറമ്പ് മുതൽ നമ്മൾ ഈ മാനാഞ്ചിറ വരെയുള്ള റോഡ്, അതിൻ്റെ പദ്ധതി വലിയ നിലയിൽ 137 കോടി 44 ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതിയാണ് ഇതിന് ലഭിച്ചത്. മാനാഞ്ചിറ മുതൽ വെള്ളിമാട് കുന്ന് വരെ. അതിൽ മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെ 24 മീറ്റർ വീതിയാക്കുക. 5.32 കിലോമീറ്ററാണ്. 5 കിലോമീറ്റർ 320 മീറ്റർ. നഗര ഹൃദയത്തിലൂടെയാണ്. കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും അധികം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. ഒരു 5 കിലോമീറ്റർ റോഡ്, ഏറ്റവും അധികം വാഹനങ്ങൾ പോകുന്ന റോഡ് കോഴിക്കോട് നഗരത്തിൽ പരിശോധിച്ചാൽ അത് ഏറ്റവും അധികം പോകുന്ന റോഡാണ്. വൺ വേ ആയിട്ട് പോലും വലിയ നിലയിലേക്ക് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. ഈ റോഡ് ചിലയിടത്ത് 8 മീറ്ററുള്ളൂ, ചിലയിടത്ത് അതിന് കുറവാണ്. അപ്പോൾ ഒരു 3 ഇരട്ടി വീതി കൂടുകയാണ്. അത് നഗരവാസികളെ മാത്രമല്ല, മലബാറിലെ ജനങ്ങൾക്കാകെ, കേരളത്തിനാകെ ഗുണകരമാണ്. ഈ റോഡിൻ്റെ നിർമ്മാണത്തിനായി അതിൻ്റെ കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി എല്ലാ ആഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടക്കുന്നുണ്ട്, ഫീൽഡ് വിസിറ്റ് നടക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. പ്രവൃത്തി കാലാവധിക്ക് മുമ്പ് പൂർത്തീകരിക്കാനാവും എന്നുള്ള സന്തോഷവിവരം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ ഒരു മാർച്ച് മാസമാണ് ഈ പ്രവൃത്തിയുടെ കാലാവധിയെങ്കിൽ അതിന് മുമ്പേ പൂർത്തീകരിക്കാനാവും. ഇത് കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾക്ക് പുതുവത്സര സമ്മാനമായി നൽകാനാവും എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അപ്പോൾ പ്രവൃത്തി എല്ലാ നിലയിലും മുന്നോട്ട് പോകുന്നു. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. യൂട്ടിലിറ്റി ഡക്റ്റ്, അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ, അത്യാവശ്യമുള്ള KW ലൈനുകൾക്കും മറ്റും 59 സെൻറ്റിമീറ്റർ ഇരുവശങ്ങളിൽ സ്ഥലം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ റോഡ് കീറുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി റോഡ് കീറുന്ന വലിയ നിലയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് കാണുന്നത്. 2 മീറ്റർ വീതിയിൽ നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. 4 വരി പാതയായിട്ടാണ് വികസനം എന്നുള്ളത് നിങ്ങൾക്കറിയാം. 22 ക്രോസ് ഡക്റ്റുകളുണ്ട്. ഇതിൻ്റെ മിഡിലിൽ 2 മീറ്റർ വീതിയിൽ മീഡിയൻ, അതുപോലെ തന്നെ മീഡിയന് 2 വശത്തും BMN BCയിൽ 2 വരി പാത. ഇതിൻ്റെ മീഡിയനിലായി തെരുവ് വിളക്കുകൾ, ഇതിൻ്റെ 2 ഭാഗത്തും ഇതിൻ്റെ തെരുവ് വിളക്കുകൾ എന്നിങ്ങനെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇത് 21 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. 21, 7 ബസ് ബേ. അപ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ മുൻപിലൂടെയുള്ള റോഡ് കൂടിയാണ്. അപ്പോൾ സിവിൽ സ്റ്റേഷന് മുൻപിൽ ഒരു നടപ്പാലം, കവലകളിൽ ട്രാഫിക് സിഗ്നലുകൾ എന്നിവയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഇത് നമുക്ക് സമയത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കാനാവുന്നു. ഇത് കഴിഞ്ഞാൽ കലക്ടറേറ്റ് റിവ്യൂ ഉണ്ട്. ഇതല്ലാതെ കോഴിക്കോട് നഗരവികസന പദ്ധതിയുടെ ഭാഗമായി പ്രധാനപ്പെട്ട കുറേ റോഡുകൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടാണ് ഇതിൻ്റെ തൊട്ട സൈഡിലുള്ള, കൈക്ക് പൊതിക്കാൻ പറ്റില്ല, എല്ലാം കാണിച്ചു ഇതിൻ്റെ ബാക്കിൽ, അരയടുത്ത് പാലം, അഴകൊടി ക്ഷേത്രം, ചെറുട്ടി നഗർ റോഡ്,
അത് 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്ററിന് കുറച്ച് താഴെയാണ്. ഏകദേശം 940 മീറ്ററാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി സ്ഥലമേറ്റെടുപ്പിന് 21,87,90,000 രൂപ, റോഡ് പ്രവൃത്തിക്ക് 6,94,00,000 രൂപയടക്കം 28,81,90,000 രൂപ നിലവിൽ എസ്റ്റിമേറ്റ് തുക കണക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റ് വർക്കിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കോതിപ്പാലം, കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ കോതിപ്പാലം ചക്കുംകടവ് പന്ന്യങ്കര ഫ്ലൈ ഓവർ വരെയുള്ള റോഡ്, അത് ഈ സിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ പെരിങ്ങളം ജംഗ്ഷൻ റോഡ് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ്. അത് നമ്മൾ കണക്ട് ചെയ്യുന്ന റോഡാണ് പെരിങ്ങളം ജംഗ്ഷൻ റോഡ്. മൂഴിക്കൽ കാളാണ്ടിത്താഴം റോഡ്, അത് 1 കിലോമീറ്ററിലധികമാണ്, 1.5 കിലോമീറ്ററിലധികമാണ്. നോർത്ത് നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ്. പനാത്ത് താഴത്തൊരു ഫ്ലൈ ഓവർ, അതിൻ്റെ പ്രവൃത്തി നടക്കുന്നു. പനാത്ത് താഴത്തെ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് നമ്മളെ കനോലി കനാലിൻ്റെ മുകളിലൂടെയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അത് നോർത്ത് മണ്ഡലത്തിലാണ്. 1 കിലോമീറ്ററിൽ നീളമുള്ള, 1 കിലോമീറ്ററിലധികം നീളമുള്ള 1.072 കിലോമീറ്റർ ദൂരവും 18 മീറ്റർ വീതിയുമുള്ളൊരു ഫ്ലൈ ഓവറാണ്. ഒരു ടൂറിസ്റ്റ് ആംഗിളിലാണ്. കനാൽ സിറ്റിയായി നമ്മുടെ കോഴിക്കോട് ഭാവിയിൽ വരുന്നതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ പാലം എന്ന് പറഞ്ഞാൽ അത് കനാൽ സിറ്റിയുടെ ഭാഗമായി ആൾ പോകുമ്പോൾ പാലം കണ്ട് പേടിക്കാൻ പാടില്ല, ഒരു നല്ല സന്തോഷം തോന്നും. അപ്പോൾ ആ നിലയിൽ ഒരു ടൂറിസ്റ്റ് ആംഗിളിൽ ആണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഇതിൻ്റെ സ്ഥലമേറ്റെടുപ്പിന് 21,78,00,000 രൂപ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു. ഫ്ലൈ ഓവറിൻ്റെ പ്രവൃത്തിക്ക് 53,69,00,000 രൂപ അടക്കം 75,47,00,000 രൂപയാണ് നിലവിൽ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ എസ്റ്റിമേറ്റായി കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ മറ്റ് പ്രവൃത്തിയുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കരിക്കാംകുളം സിവിൽ സ്റ്റേഷൻ കോട്ടൂളി റോഡ്, അത് 4 കിലോമീറ്ററാണ്, 4.110 കിലോമീറ്ററാണ്. വീതി 12 12-16 വരും. അതും വളരെ പ്രധാനപ്പെട്ട റോഡാണ് നമുക്കറിയാം. മാങ്കാവ് പൊക്കുന്ന് പന്തീരാങ്കാവ് റോഡ്, അതും സൗത്ത് മണ്ഡലത്തിലാണ്, വളരെ പ്രധാനപ്പെട്ട റോഡാണ്. രാമനാട്ടുകര മുതൽ വട്ടക്കിണർ വരെയുള്ള റോഡ് 9 കിലോമീറ്ററിന് 9.360 കിലോമീറ്ററാണ്. 24 മീറ്റർ വീതിയാക്കാൻ വേണ്ടി പോവുകയാണ്. അത് ബേപ്പൂർ സൗത്ത് നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ്. പിന്നെയുള്ളൊരു പ്രധാന റോഡ് കല്ലുത്താങ്കടവിൽ നിന്നും മീൻചന്തയിലേക്കുള്ള റോഡാണ്. നമുക്കറിയാലോ, ബേബി മെമ്മോറിയൽ കഴിഞ്ഞ് പുതിയറ കഴിഞ്ഞുകൊണ്ട് പോകുമ്പോൾ കല്ലുത്താങ്കടവ് മുതൽ മീൻചന്ത വരെയുള്ള റോഡ് വളരെ ട്രാഫിക് ബ്ലോക്കാണ്, നിങ്ങൾക്കറിയാലോ. മിംസ് ആശുപത്രിൻ്റെ ഒക്കെ മുന്നിൽ കൂടിയുള്ള റോഡ്. അതെ, അപ്പോൾ അത് വരുമ്പോൾ അതിന് 5.123 കിലോമീറ്ററാണ് വീതി, 18 മീറ്റർ വീതിയാണ്. അതിൻ്റെ ചെലവിൻ്റെ തുക ഞാൻ പറയുന്നില്ല. അതുപോലെ മാനാഞ്ചിറയിൽ നിന്നും പാവങ്ങാട് കേട്ടുള്ള റോഡ്, ഇതിൻ്റെ നേരെ അപ്പുറത്ത് ക്രിസ്ത്യൻ കോളേജിന് മറ്റു വശം കണ്ണൂർ റോഡ്, മാനാഞ്ചിറ മുതൽ പാവങ്ങാട് റോഡ് വരെ നമ്മൾ ക്രിസ്ത്യൻ കോളേജ് ആ വെസ്റ്റൂടി നടക്കാവ് മാർക്കറ്റിലൂടെ വെസ്റ്റിൽ പോളിടെക്നിക്കിൻ്റെ മുന്നിലൂടെയുള്ള റോഡ്, അത് 7 കിലോമീറ്ററാണ്. അതും വലിയ ഗതാഗതക്കുരുക്ക് പ്രശ്നം നേരിടുന്ന റോഡാണ്. പന്ന്യങ്കരയിൽ നിന്നും പന്തീരാങ്കാവിലേക്കുള്ള റോഡ്, പന്ന്യങ്കര പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ വന്ന് തിരിഞ്ഞ് മീൻചന്തയിലൂടെ അരീക്കാടിലൂടെ നല്ലളത്തിലൂടെ പന്തീരാങ്കാവ് എത്തുന്ന റോഡ്. ഇങ്ങനെ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളൊക്കെ തന്നെ നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതൊരു സർവകാല റെക്കോർഡ് നീക്കമാണ്. ഇതിനൊക്കെ ഫണ്ട് അനുവദിച്ചു. ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ്. കോഴിക്കോടിനെ ഒരു പുതിയ കോഴിക്കോട്, കാലിക്കറ്റ് ഒരു ന്യൂ കാലിക്കറ്റ് ആക്കുമെന്ന് നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ ഒരു പദ്ധതിയൊന്നും ഇനി മുടക്കാൻ പറ്റില്ല. ഈ പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമാവും. കോഴിക്കോടിന് മുഖച്ഛായ തന്നെ മാറുന്ന പദ്ധതികളാണ്. ഇതിനൊക്കെ ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ റോഡിനെ എടുത്ത് പരിശോധിച്ചാൽ തുടർച്ചയായി ഇടപെടൽ ഉദ്യോഗസ്ഥരും കരാറുകാരും തൊഴിലാളികളും എല്ലാവരും തുടർച്ചയായി ഇടപെട്ടപ്പോൾ നമ്മൾ ബിഫോർ ടൈമിൽ ഇത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. മാർച്ച് മാസം പറഞ്ഞു, മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കണമെന്ന് കരുതിയ റോഡിലെ നമ്മൾ ബിഫോർ ടൈമിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞാലുള്ള കലക്ടറേറ്റിലെ യോഗത്തിൽ അത് വിലയിരുത്തും. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. സാധാരണ നമ്മളൊരു പണി എടുത്തു കഴിഞ്ഞാൽ ടൈം ലൈൻ തീരുമാനിച്ചാൽ ടൈം ലൈൻ കഴിഞ്ഞു പോവുകയാണ്. ഈ റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പിറകിൽ നിന്നാണ് ടൈം ലൈൻ തീരുമാനിച്ചത്. ഒരു ജനുവരി മുതൽക്ക്
പിറകിലേക്ക് എന്നുള്ള നിലയിലാണ് ടൈം നിശ്ചയിച്ചത്. അപ്പോൾ അത് പ്രകാരം കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് പുതുവത്സര സമ്മാനമായി നമുക്ക് ഈ റോഡ് നൽകാനാവും. നിങ്ങളെല്ലാവരും മുഖത്ത് സന്തോഷം ഞാൻ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് കാരണം പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വഴി കേൾക്കേണ്ടി വരും. ഇനി കോഴിക്കോട് ആ പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല. ഓഫീസിൽ തന്നെ ഇരുന്നാൽ മതി, പെട്ടെന്ന് പോയാൽ വേഗത്തിലെത്താൻ പറ്റുന്ന സ്ഥിതി വരും. അപ്പോൾ നിങ്ങളെ മുഖത്ത് ആ സന്തോഷം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ സിഗ്നൽ ലൈറ്റ് ഒഴിവാക്കി കൊടുക്കണം. അവസാനം ആരെങ്കിലും വണ്ടി തട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഇതിലൊക്കെ നമുക്ക് ഒന്നിച്ച് നിൽക്കാം, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. വേറൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടല്ലാതെ സമരം പ്രഖ്യാപിച്ച് UDF സമരം വരെ നടത്തി കഴിഞ്ഞു. ഫ്ലൈഓവർ തന്നെ ദേശീയപാതയ്ക്ക് കുറുകയറ്റുന്നല്ലേ വരിക. അതിൻ്റെ പ്രശ്നം അതിൻ്റെ അലൈൻമെൻറ്റ് എന്നായിരുന്നു. അലൈൻമെൻറ്റ് വളരെ നേരത്തെയാണ് അതിൻ്റെ അലൈൻമെൻറ്റ്. അന്ന് ഈ സർക്കാർ കൂടിയല്ല. അലൈൻമെൻറ്റ് സമയത്ത് DPR പ്രിപ്പറേഷനിൽ അത് ശ്രദ്ധിക്കേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധപ്പെടുത്തി. വന്ന ഉടനെ തന്നെ ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതല എടുത്ത ഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധപ്പെടുത്തി. ഇതിലൊരു അടിയന്തര പരിഹാരം വേണം എന്ന് രേഖാമൂലം എഴുതി കൊടുത്തു. പിന്നീട് അപ്പോൾ ഇതിന് വർക്ക് പ്രോഗ്രസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേക്കും പരിഹാരം കാണുമെന്ന് പലരും പറഞ്ഞു. എന്നാൽ അത് പരിഹാരം കാണുന്ന സ്ഥിതി ഉണ്ടായില്ല. തുടർച്ചയായ ഇടപെടൽ നടത്തി. അപ്പോൾ ഇന്നലത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ചർച്ച ചെയ്താണ്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്നലത്തെ യോഗത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട റോഡ് ദേശീയപാത പോകുന്നത് ഭാഗമായി തടസ്സപ്പെടുന്നു, അതിന് പരിഹാരം കാണണമെന്നുള്ള തുടർച്ചയായ ഞങ്ങളുടെ ആവശ്യം നേരത്തെ പല കാരണത്താൽ ദേശീയപാത അതോറിറ്റിക്ക് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ മന്ത്രി തന്നെ ഇത്തവണ വളരെ പോസിറ്റീവായി അത് അവർ പറഞ്ഞ ന്യായമാണ്, അംഗീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങളോട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉടനെ കൊടുക്കാൻ പറഞ്ഞത്. കഴിഞ്ഞ ഒരു യോഗം കലക്ടറേറ്റിൽ അതിനു വേണ്ടി മാത്രം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പനാത്തുകാലത്തുനിന്ന് നേരെ ഒരു എലിവേറ്റഡായിട്ട് നേതാജി നഗറിൽ ഇറങ്ങുന്ന നിലയിലേക്കുള്ളൊരു സംഗതിയാണ് എസ്റ്റിമേറ്റ് എടുക്കാൻ തീരുമാനിച്ചത്. അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ട് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് തരും. NHI മോർത്ത് ഇവരോടൊക്കെയുള്ള ഡിസ്കഷനായിരുന്നു, തരുമെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുമാത്രമല്ല പല വിഷയങ്ങളിലും പരിഹാരം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഞാനതിൻ്റെ മറ്റു വശത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ ദേശീയപാതേൻ്റെ പണി ഒരു കാലത്ത് മുടങ്ങിക്കിടക്കുമ്പോൾ സ്റ്റേറ്റ് ഭരിച്ചത് ആരാന്നൊക്കെ നമുക്കറിയാം. അന്ന് ഓഫീസ് പെട്ടിയും കൂട്ടി പോയവരാണ്. അന്ന് ഒന്നും ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ആ വശത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം ഇതൊക്കെ പൂർത്തീകരിക്കാനും ഇതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകാനുണ്ട്. ഡെവലപ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച. മറ്റൊരു കാര്യം, ഈ സുരേഷ് ഗോപി നിരന്തരം ഇങ്ങനെ പൊതുമണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ വളരെ നിരുത്തരവാദപരമായ വരുന്നവരുടെ മുഖത്ത് വലിച്ചെറിയണം, ഇത് പ്രജകളുടെ രാജ്യമാണെന്നൊക്കെയാണ് സുരേഷ് ഗോപി. ഒരു കേന്ദ്രമന്ത്രിക്ക് യോജിച്ചതാണോ അത്? ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. സന്ദർശനത്തിനുള്ള ഒരു അനുമതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഒരു കാരണം ബോധ്യപ്പെടുത്താതെയാണ് അപ്പോൾ എനിക്കറിയില്ല. ഇടതുപക്ഷത്തിന്റെ നയം തന്നെ ഒരു പൊളിറ്റിക്കലി കറക്റ്റഡ് ആണ്. അല്ല സാർ, അങ്ങനല്ല. ഈ വികലാംഗരെ അധിക്ഷേപിക്കുന്നു, മുഖ്യമന്ത്രിയുടെ പരാമർശം, ചിത്രരഞ്ജൻ MLA പരാമർശം, പാർലമെന്ററി മന്ത്രി ശ്രീ MP രാജേഷ് സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബോഡി ഷെയ്മിങ്ങിനെതിരെ നിൽക്കുന്നവരാണ് ഇടതുപക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഇടതുപക്ഷത്തിന് പല നിലക്കും മാതൃകയാവേണ്ട ആളുകൾ, അതും മുഖ്യമന്ത്രിയെ പോലെ പറഞ്ഞല്ലോ. മിസ്റ്റർ വേറൊരു കാര്യം, നമ്മളെ അന്വേഷണം നടക്കണ്ടല്ലോ മിസ്റ്റർ, ഈ തോരായിക്കടവ് പാലത്തിൽ എന്താ മിസ്റ്റർ ആർക്കെങ്കിലും ഇതിനെ നടപടി എടുത്തിട്ടുണ്ടോ? അതിൻ്റെ ഇത്രയും ദിവസമായല്ലോ നടന്നിട്ട്. അന്ന് നമ്മളൊരു ആക്ഷൻ എടുത്തല്ലോ, ബാക്കി കാര്യങ്ങൾ നോക്കി പോകും. അല്ല, റിപ്പോർട്ട് കിട്ടി. അതെ, അന്ന് ആക്ഷൻ എടുത്തു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചാണ്. അല്ല, ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഒന്നും ഉണ്ടാവില്ല മിസ്റ്റർ. അതിപ്പോൾ തകർന്നു വീണ് കഴിഞ്ഞാൽ അല്ല, അത് നമ്മൾ നിലപാടെടുത്തല്ലോ. അല്ല, തുടർ നടപടി ഉണ്ടാവുമോ? അത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ തുടർ നടപടികൾ എടുക്കുന്നതുകൊണ്ടാണല്ലോ ഈ റോഡ് പണിയൊക്കെ ബിഫോർ ടൈം കേരളത്തിൽ പൂർത്തീകരിക്കുന്നത്. എത്ര റോഡാണ് വന്നത്. അതായത് ഒരു തരത്തിലുള്ള തരികിടി കേരളത്തിൽ നിർമ്മാണത്തിൽ നടക്കില്ല. കാരണം LDF സർക്കാരാണ്, ഒന്നും നടക്കില്ല.
തെറ്റായ ഒരു പ്രവണത നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ബിഫോർ ടൈം റോഡുകൾ പൂർത്തീകരിക്കപ്പെടുന്നത്. പുതിയ റോഡുകൾ, പുതിയ കേരളം, അതല്ല നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? സർക്കാരിന് എത്ര നിലപാടാണ്. പാലക്കാട് വാണിയംകുളത്ത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് ഡിവൈഎഫ്ഐക്കാരെ തന്നെ മർദ്ദിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അറിയില്ല. അയാള് വെന്റിലേറ്ററിലാണ്. അയാള് പാർട്ടിനൊക്കെ അനുകൂലിച്ച് പോസ്റ്റൊക്കെ ഇടുന്ന ആളാണ്. അറിയില്ല, എന്താ അറിയില്ല, അതീവ ഗുരുതരാണ്. എന്താന്ന് അറിയില്ല. സംഭവം അറിയാതെ ആ വള്ളംകളി നിർത്താണോ? ഒരു കാര്യം കൂടി പറയാം. അപ്പം നിങ്ങളെല്ലാവരെയും വള്ളംകളിയിലേക്ക് ക്ഷണിക്കുകയാണ്. 12-ാം തീയതിയാണ് വള്ളംകളി. എവിടെ നമ്മളെ ആളുകൾ നിഖിലും കയറിക്ക്, നമ്മുടെ DTP സെക്രട്ടറി. നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പ് IPL മാതൃകയിൽ സംഘടിപ്പിക്കുന്ന വള്ളംകളി, അത് ചാമ്പ്യൻ സ്പോർട്ട് ലീഗ് വള്ളംകളി ലീഗാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആരംഭിച്ചാണ്. എന്നാൽ ചൂരൽമല ദുരന്തത്തിൻ്റെ തൊട്ട് മുമ്പ് നമ്മളത് മലബാറിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. കഴിഞ്ഞ തവണ ചൂരൽമല ദുരന്ത കാരണം വള്ളംകളി ഇവിടെ നടന്നില്ല. പക്ഷേ ആദ്യമായി 2023 മലബാറിലേക്ക് കൂടി ഇത് വ്യാപിപ്പിച്ചു. ഇത്തവണ രണ്ടാമത്തെ തവണയായി മലബാറിൽ നടക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നടന്നു കഴിഞ്ഞു, കാസർഗോഡ് നടക്കാൻ പോകുന്നു. ഇവിടെ ഫറോക്കിലെ ചാലിയാറിൽ ഇത് സംഘടിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും 12-ാം തീയതി വള്ളംകളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവിടെ വരണം, വള്ളംകളി കാണണം. അതിൽ ചുരുളൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള CBL അതിൽ മത്സരങ്ങളിപ്പോൾ ഫറോക്ക് പുതിയ പാലത്തിനും പഴയ പാലത്തിനും ഇടയിലാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ്. നല്ല വെയിലുണ്ടാവും, അത് കണക്കാക്കി വരണം. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് നടക്കുന്നത്. അതിൽ ഫറോക്ക് പറഞ്ഞപ്പോഴേ ഇതിലേക്കൊന്ന് കിടക്കട്ടെ, സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. അതിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 60 അടി നീളമുള്ള 14 ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. ഒരു വള്ളത്തിൽ 30 തുഴച്ചിലുകാരുണ്ടായിരിക്കും. 20 ലക്ഷം രൂപയാണ് മൊത്തം ഇതിൻ്റെ സമ്മാന തുക. വൈകുന്നേരം 5 മണിക്ക് ആകുമ്പോഴേക്കും ഇത് തീരുമെന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. അപ്പോൾ അത് പങ്കെടുക്കുന്ന ടീമുകളുണ്ട്, അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും. മലബാറിലേക്ക് ഒരു വള്ളംകളി വരും. ഞങ്ങൾ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. 12-ാം തീയതി അപ്പോൾ 12-ാം തീയതി ഞങ്ങളൊക്കെ ഒന്ന് വരണം. അപ്പോൾ കഴിഞ്ഞതിന് വന്ന് ഇത്തവണയും വരണം. ഓക്കെ, താങ്ക് യു. അവിടെ നിന്നാണ് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കാണേണ്ടത്. ഫറൂഖ് പഴയ പാലത്തിൻ്റെ നിർമ്മാണ കാലം നിങ്ങൾക്ക് അറിയാം, എന്നാൽ തുടങ്ങിയെന്ന് അറിയാലോ. ഒരു വലിയ പഴക്കമുള്ളതാണ്. സ്വാഭാവികമായിട്ട് അത്ര പഴക്കമുള്ള പാലം എല്ലാ നിലയിലും സംരക്ഷിക്കപ്പെടണം. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതുവരെ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി ഒരു കാലത്തുമില്ലാത്ത നിലയിൽ പണം ചെലവഴിച്ചിട്ടുണ്ട്. നവീകരണത്തിന്, മറ്റേ ദീപാലങ്കൃതമാക്കുന്നതിനൊന്നല്ല. അങ്ങനൊരു ചില തെറ്റിദ്ധാരണ, രണ്ടാണ്. പാലം അറ്റകുറ്റപ്പണി നടത്താനുള്ള തുകയാണ് ഞാൻ പറഞ്ഞത്. അവിടെ അതിൻ്റെ ബോസ്ട്രിങ്സ് പൊട്ടി വീണ് തലയിൽ വീണ് കട്ടിച്ച ഒരു കുടുംബം രക്ഷപ്പെട്ട സംഭവം വരെ ഉണ്ടായി. അങ്ങനെയുള്ള പാലമായിരുന്നത്. മുകളിൽ ആർച്ചുമാരിയുള്ളത് വീണ് ഫുള്ള് തുരുമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു. ഇനി എവിടെയെങ്കിലും ഇതുപോലെ സ്വാഭാവികമായിട്ടും 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പാലം എന്നുള്ളതിൽ വീണ്ടും അതിന് പ്രശ്നങ്ങൾ വരാം. അതപ്പോൾ പരിഹരിച്ച് പോകാം. അതിലൊന്നും ഒരു പ്രശ്നവും അതിനകത്ത് വരുന്നില്ല. പിന്നെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയിട്ടുണ്ട്. ജനങ്ങളാകെ ഇവിടുന്ന് മാത്രമല്ല പലയിടത്തും ആൾ വരുന്നു. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻസ്റ്റാഗ്രാം കൈകാര്യം ചെയ്യുന്ന ഒരു ടീം പറഞ്ഞത് ഏറ്റവും അധികം ട്രെയിനിൽ നിന്നും റീൽസ് എടുക്കുന്ന ഒരു പാലമായിട്ട് ഇത് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല പാലമാണ്. അപ്പോൾ ഞാൻ വേറെ അതിൻ്റെ മറ്റ് വിവാദങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ആളുകൾ ആസ്വദിക്കാൻ വരുന്നതാണ്. പാലത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ഒരു കാലത്തില്ലാത്തത്ര പണം ചെലവഴിച്ചു. പാലം ദീപാലങ്കൃതമാക്കുന്നതിന് പണം ചെലവഴിച്ചു. അവിടെ ഇപ്പോഴും ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ആക്ഷേപം വരുന്നത് കോടികൾ ചെലവഴിക്കപ്പെട്ടിട്ടും ഇപ്പോഴും അതിൻ്റെ എത്ര രൂപ അതിന് ചെലവായിട്ടുണ്ടാവും? അതൊക്കെ പരിശോധിക്കാമല്ലോ. അതൊക്കെ പൊതുമണ്ഡലത്തിലുള്ളതല്ലേ, പരിശോധിക്കാമല്ലോ. നിങ്ങളതിൽ പരിശോധിക്കേണ്ട ഇതുവരെ ആ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് എത്ര ചിലവായി,
ഏത് കാലത്താണ് കൂടുതൽ ചിലവായത്, ഞാനും പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ പരിശോധിച്ചാൽ മതിയല്ലോ. പരിശോധിച്ച പ്രശ്നം കഴിഞ്ഞല്ലോ. എതിർക്കുന്നവർ പറയുന്നത് ലൈറ്റിങ്ങിനും പെയിന്റ് അടിക്കാനുമാണ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത്. പക്ഷേ ലൈറ്റിങ്ങിനും പെയിന്റ് അടിക്കാനും വേറെ ചിലവഴിക്കണം, അറ്റകുറ്റപ്പണിക്ക് വേറെ ചിലവഴിക്കണം. കൂടുതൽ പണം അതിനാണ് ചെലവഴിച്ചത്. നിങ്ങളിപ്പോൾ ലൈറ്റിംഗ് വന്നതിന് എതിരാണോ അനുകൂലമാണ്? അല്ല, നിങ്ങൾ ആരെങ്കിലും എതിരാണോ? ആരെയും എതിരല്ലല്ലോ. നല്ല കാര്യമല്ലേ വിളിച്ചിട്ട്. 140 വർഷത്തോളം പഴക്കമുള്ള പാലമാണ്, ബലപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ടോ? അല്ല, അത് നമുക്ക് നോക്കാമല്ലോ. അതിനിപ്പോൾ നിലവിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ? നിലവിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൊതുവെ നോക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് പോകുന്നത്. അല്ല, സുരക്ഷാ പ്രശ്നമൊന്നും ഇല്ല നിലവിൽ. അല്ല, നിലവിൽ അതാ നോക്കിയിട്ടാണ് പോകുന്നത്. നമ്മൾ ശ്രദ്ധയിലുണ്ടെങ്കിൽ നമ്മൾ ഇടപെടും. ഇനി വല്ല പരിശോധന നടത്തും ഇത്തരം ആക്ഷേപം ഉയർന്ന നിങ്ങൾ, ഞാൻ പറയട്ടെ, നിങ്ങൾ അവിടെ അങ്ങനെ ഒരു പാലം ദീപാലങ്കൃതമായി കേരളത്തിൽ കൂടുതൽ പുതിയ പാലം എങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അതിനാണ് പ്രോത്സാഹനം നൽകേണ്ടത്. ഏത് ജനം നിങ്ങൾ പറയുന്നത്? അല്ല, അവിടുത്തെ ജനത്തിന് നമുക്കറിയില്ലേ? അവിടുത്തെ ജനം ആരാന്നു, അവിടുത്തെ ജനം എങ്ങനെ ഇതിനെ കാണുന്നതൊക്കെ നന്നായിട്ട് അറിയുന്ന അവിടുത്തെ MLA അല്ലേ ഞാൻ. ഏത് ജനത്തെ ഞങ്ങൾ പറയുന്നത്? വന്നാണ് അവിടെ സമരം ഉൾക്കാണ്ടില്ല. ഞാനില്ല പറയും, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ.